ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. 3 മാസ കാലയളവിൽ ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും 366 വ്യാജ പാസ്പോർട്ടുകൾ പിടികൂടി. വിവിധ രാജ്യക്കാരിൽ നിന്നാണ് ഇത്രയും വ്യാജ പാസ്പോർട്ടുകൾ പിടികൂടിയതെന്ന് താമസ കുടിയേറ്റ വകുപ്പ് അറിയിച്ചു. 2023 355 പാസ്പോർട്ടുകളാണ് പിടികൂടിയിരുന്നത്. കഴിഞ്ഞ വർഷം 16,127 രേഖകൾ പരിശോധിച്ചതിൽ 1,232 എണ്ണം വ്യാജമാണെന്ന് കണ്ടെത്തി. ഇതിൽ 443 കേസുകൾ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. അതേസമയം വ്യാജ പാസ്പോർട്ടുകൾ തിരിച്ചറിഞ്ഞ് പിടികൂടാനായി വിമാനത്താവളത്തിൽ റെട്രോ ചെക്ക് എന്ന പ്രത്യേക മെഷീൻ സ്ഥാപിച്ചതായി GDRFA ഡോക്യുമെന്റ് എക്സാമിനേഷൻ സെന്റർ കൺസൾട്ടന്റ് അഖിൽ അഹമ്മദ് അൽ നജാർ അറിയിച്ചു. വ്യാജ പാസ്പോർട്ടുകൾ കണ്ടെത്തിയാൽ അതുമായി എത്തിയവരെ പാസ്പോർട്ട് കൺട്രോൾ ഓഫീസർ പിടികൂടി വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കും. സ്ഥിരീകരിച്ചാൽ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറും. കോടതി വിധി അനുസരിച്ചായിരിക്കും തുടർ നടപടികൾ. പാസ്പോർട്ട് മാത്രമല്ല, വിസ, തിരിച്ചറിയൽ കാർഡ്, എൻട്രി പെർമിറ്റ്, US ഗ്രീൻ കാർഡ് തുടങ്ങി ഓരോ രാജ്യത്തെയും മറ്റ് രേഖകളും അസലാണോ വ്യാജമാണോ എന്നതും ഇത്തരം മെഷീൻ പരിശോധിക്കും. അബ്ദുറഹീമിനെ മോചിപ്പിക്കുന്നതിനായുള്ള അനുരജ്ഞന കരാർ ഒപ്പുവെച്ചു. ഇന്ത്യൻ എംബസി ഇഷ്യൂ ചെയ്ത 15 മില്യൺ റിയാലിന്റെ ചെക്ക് ഗവർണറേറ്റിന് കൈമാറി. ഗവർണറേറ്റിന്റെ നിർദ്ദേശപ്രകാരം റിയാദിലെ ക്രിമിനൽ കോടതി ചീഫ് ജസ്റ്റിസിന്റെ പേരിലാണ് ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഇതിനു പുറമെയാണ് മാപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് വാദിഭാഗവും പ്രതിഭാഗവും തമ്മിൽ ഗവർണറുടെ സാന്നിധ്യത്തിൽ ഒപ്പുവെക്കുകയും ചെയ്തത്. അബ്ദുറഹീമിന്റെ പവർ ഓഫ് അറ്റോർണി സിദ്ദിഖ് തൂർ, എംബസി പ്രതിനിധി യൂസുഫ് എന്നിവർ പങ്കെടുത്തിരുന്നു. ഗാസ മുനമ്പിൽ വെടിനിർത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുൻകൈയെടുത്തു നടത്തുന്ന നടപടികളെ ഒമാൻ സ്വാഗതം ചെയ്തു. ഖത്തർ, ഈജിപ്ത് എന്നിവയുമായി സഹകരിച്ചും ഏകോപിപ്പിച്ചുമാണ് ഈ നീക്കത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇസ്രായേൽ ആക്രമണവും ഫലസ്തീൻ ജനത നേരിടുന്ന ദുരിതങ്ങളും അവസാനിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും ഒമാൻ പിന്തുണ അറിയിക്കുകയാണെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഫലസ്തീൻ ജനതയുടെ ന്യായമായ അവകാശങ്ങളും അവരുടെ അഭിലാഷങ്ങളും സംരക്ഷിക്കുകയും ദുരിതങ്ങൾ ലഘൂകരിക്കുകയും ചെയ്യുന്ന വിധത്തിൽ ഇത്തരം സംരംഭങ്ങളെ ക്രിയാത്മകമായി നേരിടാൻ എല്ലാ കക്ഷികളോടും ഒമാൻ ആഹ്വാനം ചെയ്തു. ഈ നീക്കം ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കുന്നതിനും ഇസ്രായേൽ സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കുന്നതിനും ഗാസ മുനമ്പിന്റെ പുനർനിർമ്മാണത്തിനും സാധാരണക്കാരുടെ ജീവിതം പുനഃസ്ഥാപിക്കുന്നതിനും വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഒമാൻ അറിയിച്ചു. ഫലസ്തീൻ ജനതയ്ക്ക് അവരുടെ നിയമാനുസൃതമായ അവകാശങ്ങൾ വീണ്ടെടുക്കാനും കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായി സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കാനുമുള്ള ചുവടുവയ്പായിരിക്കും ഇതെന്നാണ് കരുതുന്നതെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഒമാനിൽ വാഹനങ്ങൾക്ക് തീപിടിക്കുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയുടെ കണക്കുകൾ. 2023 രാജ്യത്താകമാനം 953 വാഹനങ്ങൾക്കാണ് തീപിടിച്ചത്. എന്നാൽ മുൻവർഷം ഇതുമായി ബന്ധപ്പെട്ട് 917 കേസുകളായിരുന്നു റിപ്പോർട്ട് ചെയ്തത്. ടാങ്കിൽ നിന്നോ പൈപ്പിൽ നിന്നോ ഇന്ധനമോ എണ്ണച്ചോർച്ചയോ കാരണമാണ് വാഹനത്തിന് തീപിടിക്കാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന്. കാറ്റ് കൂടിയതോ കുറഞ്ഞതോ ആയ ടയറുകൾ, ഇന്ധനം നിറയ്ക്കുമ്പോൾ സുരക്ഷാ നടപടിക്രമങ്ങൾ പാലിക്കാത്തത്, പുകവലി, മൊബൈൽ ഫോൺ ഉപയോഗം, വ്യാജ സ്പെയർ പാർട്സുകളുടെ ഉപയോഗം, പ്രൊഫഷണൽ അല്ലാത്ത മെക്കാനിക്കിന്റെ വാഹന അറ്റകുറ്റപ്പണികൾ, കൂളന്റിലെ ജലനിരപ്പ് കുറഞ്ഞതിനാൽ ഉയർന്ന എഞ്ചിൻ താപനില, അധിക ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും കണക്ഷനുകളും ഇൻസ്റ്റാൾ ചെയ്യൽ എന്നിവയും തീപിടുത്തത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങളാണെന്ന് അധികൃതർ ചൂണ്ടിക്കാണിച്ചു. വാഹന ഉടമകൾ പ്രത്യേകം സുരക്ഷാ നടപടിക്രമങ്ങൾ പാലിക്കണമെന്നും റോഡിൽ ഇറങ്ങുന്നതിന് മുമ്പ് വാഹനത്തിന്റെ ഭാഗങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ഇടയ്ക്കിടെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നും വാഹനത്തിനുള്ളിൽ പുകവലി ഒഴിവാക്കണമെന്നും എഞ്ചിൻ ഓഫ് ചെയ്യണമെന്നും സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി നിർദ്ദേശിച്ചു. ഇന്ധനം, പെർഫ്യൂം, ലൈറ്ററുകൾ, വാതകങ്ങൾ, അപകടകരമായതും തീപിടിക്കുന്നതുമായ വസ്തുക്കൾ തുടങ്ങിയവ വാഹനങ്ങൾക്കുള്ളിൽ വെക്കുന്നത് ഒഴിവാക്കണം. കൃത്യമായ സമയത്ത് വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണി നടത്തണം. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ വർദ്ധിച്ച ഘർഷണവും എഞ്ചിൻ അമിതമായി ചൂടാകുന്നതും കാരണം ബ്രേക്ക് സിസ്റ്റം തകരാറിലാകാൻ ഇടവരും. റേഡിയേറ്ററിലെ വെള്ളത്തിന്റെ അളവ്, എഞ്ചിൻ ഓയിൽ പരിശോധന, ടയറുകളുടെ സ്ഥിതി, ബ്രേക്ക് സിസ്റ്റം, വാഹനത്തിന്റെ താപനില നിരീക്ഷിക്കൽ, എഞ്ചിന്റെയും കൂളിംഗ് ഫാനുകളുടെയും പ്രവർത്തനക്ഷമത, മുന്നിലെയും പിന്നിലെയും ലൈറ്റുകൾ പരിശോധിക്കുക, മുന്നറിയിപ്പ് സിഗ്നൽ ലൈറ്റുകൾ, സ്പെയർ ടയർ, അഗ്നിശമന ഉപകരണം എന്നിവ ഉൾപ്പെടെയുള്ള പതിവ് അറ്റകുറ്റപ്പണികൾ ഡ്രൈവർമാർ നടത്തേണ്ടത് അത്യാവശ്യമാണ്. സുരക്ഷ പ്രോത്സാഹിപ്പിക്കുന്നതിനും തീപിടുത്തങ്ങളും അപകടങ്ങളും ഒഴിവാക്കാൻ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി ചില മാർഗനിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകിയിട്ടുണ്ട്.
ഫലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ ദുരിതാശ്വാസ പ്രവർത്തന ഏജൻസിയായ UNRWA ഭീകര സംഘടനയായി മുദ്രകുത്താനുള്ള ഇസ്രായേൽ ശ്രമത്തെ ഒമാൻ അപലപിച്ചു. UNRWA ദുർബലപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഇത്തരം ശ്രമങ്ങൾ പ്രതികൂല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. ലോകകപ്പ് പോരാട്ടത്തിൽ ഒമാന് പരാജയം. നമീബിയയ്ക്കെതിരെ നടന്ന ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ ഒമാൻ ഉയർത്തിയ 110 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന നമീബിയയുടെ ബാറ്റിംഗ് നിശ്ചിത 20 ഓവറിൽ ഒമാന്റെ ടോട്ടലായ 109 റൺസിൽ തന്നെ അവസാനിച്ചപ്പോൾ മത്സരം സൂപ്പർ ഓവറിലേക്ക് കടക്കുകയായിരുന്നു. സൂപ്പർ ഓവറിൽ ആദ്യം ബാറ്റ് ചെയ്ത നമീബിയ 21 റൺസ് എടുത്തപ്പോൾ ഒമാന് 10 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. മത്സരത്തിൽ ടോസ് നേടിയ ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ഒമാൻ 19.4 ഓവറിൽ 109 റൺസിന് പുറത്തായി. അതേസമയം ജൂൺ 6 ഒമാൻ ഇനി ഓസ്ട്രേലിയയെ നേരിടും. പുലർച്ചെ 4:30 മത്സരം ആരംഭിക്കുക. മൂന്നാം മത്സരം ജൂൺ 9 രാത്രി 9 മണിക്ക്. സ്കോട്ട്ലാൻഡാണ് എതിരാളികൾ. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ 13-ാം തീയതി രാത്രി 11 മുതൽ ഇംഗ്ലണ്ടിനെ നേരിടും. ലൈസൻസില്ലാതെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിൽപ്പന നടത്തുകയും സേവനങ്ങൾ ലഭ്യമാക്കുകയും ചെയ്ത പ്രവാസി വനിതകളെ ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം അറസ്റ്റ് ചെയ്തു. ആരോഗ്യ മന്ത്രാലയവും റോയൽ ഒമാൻ പോലീസുമായി സഹകരിച്ചായിരുന്നു നടപടി. മസ്കറ്റിൽ താമസ കെട്ടിടം കേന്ദ്രീകരിച്ചാണ് നിരവധി പ്രവാസികൾ ഉൾപ്പെടുന്ന സംഘം പ്രവർത്തിച്ചിരുന്നത്. 4619 കോസ്മെറ്റിക്സ് ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തു. ക്രീമുകൾ, ഇഞ്ചക്ഷൻ, മെഡിക്കൽ സപ്ലൈസ്, മറ്റ് ആരോഗ്യ സംരക്ഷണ വസ്തുക്കൾ തുടങ്ങിയവ പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടുന്നു. പൊതുജനാരോഗ്യത്തെ ബാധിക്കുന്ന തരത്തിലാണ് പ്രതികൾ പ്രവർത്തിച്ചിരുന്നതെന്നും പിടിച്ചെടുത്ത വസ്തുക്കൾ നശിപ്പിച്ചതായും അധികൃതർ അറിയിച്ചു. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു. ഒമാനിൽ ചൂട് ശക്തമായതോടെ ക്ലാസുകൾ ഓൺലൈനാക്കിയും പഠനസമയം കുറച്ചും ഇന്ത്യൻ സ്കൂളുകൾ. ഈ മാസം 6 വരെയുള്ള ദിവസങ്ങളിൽ മസ്കറ്റ് ഇന്ത്യൻ സ്കൂളിൽ ക്ലാസ് സമയം കുറച്ചിട്ടുണ്ട്. KG മുതൽ 12ാം തരം വരെയുള്ള ക്ലാസ് സമയം കുറച്ചുകൊണ്ടുള്ള സർക്കുലർ പ്രിൻസിപ്പൽ രക്ഷിതാക്കൾക്ക് കൈമാറി. ഡാർസെറ്റ് ഇന്ത്യൻ സ്കൂളിൽ 3 മുതൽ 12 വരെയുള്ള ക്ലാസുകൾ ഓൺലൈനായിട്ടായിരിക്കും നടക്കുക. KG മുതൽ 2ാം തരം വരെയുള്ള ക്ലാസുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അവധിക്കാലം ആരംഭിച്ചിരുന്നു. മറ്റ് വിവിധ സ്കൂളുകളിലും ക്ലാസുകൾ ഓൺലൈനാക്കുകയോ സമയം കുറയ്ക്കുകയോ ചെയ്തിട്ടുണ്ട്. ജൂൺ 6 രാജ്യത്തെ ഭൂരിഭാഗം ഇന്ത്യൻ സ്കൂളുകളും മുഴുവൻ ക്ലാസുകളിലും അവധിക്കാലം ആരംഭിക്കും. കൊടും ചൂടിൽ നിന്നും തൊഴിലാളികൾക്ക് സംരക്ഷണമൊരുക്കാൻ ഒമാനിൽ മധ്യാഹ്ന വിശ്രമവും പ്രാബല്യത്തിൽ വന്നിരുന്നു. ഉച്ചയ്ക്ക് 12:30 മുതൽ 3:30 വരെയാണ് വിശ്രമ സമയം. 3 മണിക്കൂർ ഇടവേള പുറം ജോലിക്കാരായ തൊഴിലാളികൾക്കേറെ ആശ്വാസകരമാണ്. ഈ സമയത്ത് തൊഴിലാളികളെ ജോലിയെടുപ്പിക്കുന്നത് തൊഴിലാളികളോടുള്ള അവകാശ ലംഘനമാണെന്നും അധികൃതർ വ്യക്തമാക്കി. 100 റിയാൽ മുതൽ 1000 റിയാൽ വരെ പിഴ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത്. 1 വർഷത്തിൽ കൂടുതൽ തടവിനും ഇതിന് സാധ്യതയുണ്ട്. നിയമലംഘനം ആവർത്തിച്ചാൽ പിഴയും ഇരട്ടിയാകും. അതേസമയം മരുഭൂമിയിൽ നിന്നടിച്ച് വീശുന്ന ചൂടുകാറ്റാണ് രാജ്യത്തെ താപം ഉയരാൻ കാരണമാകുന്നത്. മസ്കറ്റ് അടക്കമുള്ള മേഖലയിലെ ഹ്യൂമിഡിറ്റി കുറഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ചൂട് ഉയരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന വിവരം. ജൂൺ മുതൽ ആരംഭിക്കുന്ന ഉയർന്ന ചൂട് ഓഗസ്റ്റ് അവസാനം വാരം വരെ തുടരും. ചൂട് വർദ്ധിച്ചതോടെ നഗരങ്ങളിലെ തിരക്ക് കുറഞ്ഞതായി കച്ചവടക്കാരും പറയുന്നു.